ശത്രുപാളയങ്ങളിൽ പറന്നിറങ്ങി സ്വയം പൊട്ടിത്തകരുന്ന കമിക്കാസെ ഡ്രോണുകളെക്കുറിച്ച് നാം ഓപ്പറേഷൻ സിന്ദൂറിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിച്ച കൈത്തണ്ടയോളം മാത്രം വലിപ്പമുള്ള കമിക്കാസെ ഡ്രോണാണ് ഗാണ്ടീവ. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ അയച്ചുള്ള സ്വാം അറ്റാക്കിനും ഒറ്റയ്ക്കുള്ള ആക്രമണത്തിനും ശേഷിയുള്ള ഗാണ്ടീവ ഇന്ന് ഭാരത സൈന്യത്തിന്റെ ഭാഗമാണ്. മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ സായുധ ഡ്രോണുകളായ ഗാണ്ടീവയെക്കുറിച്ചും PT-4-നെക്കുറിച്ചും പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന് വേണ്ടി സ്വയം പോയി ശത്രുപാളയങ്ങളിൽ ചെന്ന് വീണ് വിമാനത്തോടൊപ്പം ചെന്ന് വീണ് സ്വയം നശിച്ച് ജീവനൊടുക്കി എതിരാളികളെ ഇല്ലാതാക്കുന്ന കമിക്കാസി പൈലറ്റുകളിലൂടെയാണ് കമിക്കാസി ഡ്രോണുകൾക്ക് ഈ പേര് ലഭിക്കുന്നത്. പിന്നീട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള യുദ്ധമുഖങ്ങളിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് കമിക്കാസി ഡ്രോണുകൾ അവ ശത്രു കേന്ദ്രങ്ങളിൽ ചെന്ന് വീണ് അവയിൽ പൂർണ്ണ നാശം വരുത്തുകയും സ്വയം ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കൈത്തണ്ടയോളം മാത്രം വലിപ്പമുള്ളൊരു കമിക്കാസി ഡ്രോണാണിത്. പേര് ഗാണ്ടിവ. ഈ ഡ്രോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഈ ഡ്രോൺ ഡെവലപ്പ് ചെയ്ത ആ സ്ഥാപനത്തെ പറ്റിയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. What is Gandiva and how much of capability it has? Okay, this is a suicidal drone. Kamikaze means it is kamikaze drone. It is sufficient for to kill 2 to 3 persons at a time. It also suicides and kill on another persons. And having a payload capacity 100 gram explosive in it. What will be you thinking about its military applications in other places like in a war front and everything? Yes sir. Recently Indian Army has given order based on Udhampur trial. We have got already 500 numbers order from Indian Army. അവർ പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ സൈന്യം, നമ്മുടെ ഭാരതത്തിൻ്റെ കരസേന ഏതാണ്ട് 500ഓളം ഡ്രോണുകൾക്ക് അവർക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭാരത സൈന്യത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന കമിക്കാസി ഡ്രോണുകൾ ശേഖരണത്തിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും കുഞ്ഞനായിട്ടുള്ള ഒരു സായുധ ഡ്രോണാണിത്. ഇതിൻ്റെ പേര് ഗാണ്ടിവ. ഇനി ഈ സ്ഥാപനത്തിൻ്റെ തന്നെ പേര് മ്യൂണിഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ്. ഈ സ്ഥാപനത്തിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് കൂടെ ഇവിടെയുണ്ട്. അത് ഇപ്പോൾ നമ്മൾ കണ്ടത് സ്വയം ചെന്ന് ഇല്ലാതാകുന്ന ഒരു ഡ്രോൺ സംവിധാനമാണെങ്കിൽ ഇത് മറിച്ച് മോട്ടറുകളും ഷെല്ലുകളുമൊക്കെ ആകാശത്ത് നിന്ന് ശത്രുവിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പതിപ്പിക്കാൻ ശേഷിയുള്ള പേലോഡ് ക്യാരിയിങ് ആയിട്ടുള്ള PT-4 ഗ്രനേഡ് ഡ്രോപ്പിംഗ് UAV എന്നുള്ളതാണ് ഈ പറയുന്ന സംവിധാനത്തെ വിളിക്കുന്ന. ആ ഡ്രോൺ നമുക്കിവിടെ ഇരിപ്പുണ്ട്. ആ ഡ്രോണിൻ്റെ ഒരു ദൃശ്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ ഡ്രോണിനൊപ്പം അതിൽ നിന്ന് വഹിക്കാൻ കഴിയുന്ന പേലോഡുകൾ നമ്മൾ ഈ വലിയ പീരങ്കികളിൽ നിന്നും ബൊഫേഴ്സ് തോക്കുകളിൽ നിന്നുമൊക്കെ വഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ശത്രുവിൻ്റെ നേരെ തൊടുത്തുവിടുന്ന ഷെല്ലുകളുമൊക്കെയാണ് ഈ പറയുന്ന PT-4-ൽ നിന്ന് വഹിക്കാൻ കഴിയുന്നതും ശത്രു കേന്ദ്രങ്ങളിലേക്ക് ഇടാൻ കഴിയുന്നതും. സോ ഹൗ ഇതിൻ്റെ ഒരു ഹൗ ഇസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ആൻഡ് എവരിത്തിങ്? Can you explain? Actually these mortars are conventional ammunition. Initially the army fires from mortar weapon launcher, but now we have developed a drone to drop this ammunition at desired location. അപ്പോൾ ആയുധം വഹിക്കാൻ കഴിയുന്ന സായുധമായ 2 ഡ്രോണുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിലൊന്ന് ഗാണ്ടിവ എന്നു പേരുള്ള നമ്മുടെ കൈക്കുമ്പിളോളം മാത്രം വലിപ്പമുള്ള ഒരു ഡ്രോൺ, 100 ഗ്രാം വരെയുള്ള ആയുധം വഹിച്ചുകൊണ്ട് എക്സ്പ്ലോസീവ്സ് വഹിച്ചുകൊണ്ട് ശത്രുവിന് ആൾനാശം വരുത്താൻ കഴിയുന്ന വളരെ കുഞ്ഞൻ ഡ്രോൺ. അതിനോടൊപ്പം തന്നെയാണ് PT-4 എന്ന് പറയപ്പെടുന്ന പഴയ ബൊഫേഴ്സ് പോലെയുള്ള തോക്കുകളിൽ നിന്നൊക്കെ വഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ തൊടുത്തുവിടുന്ന ആയുധങ്ങൾ. അത് കൃത്യമായി ശത്രുവിൻ്റെ തലയ്ക്ക് മുകളിലെത്തി അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് ശത്രുവിന് വലിയ രീതിയിലുള്ള നാശമുണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു ഡ്രോൺ സംവിധാനം. ഇത് രണ്ടും നമ്മുടെ ഭാരത സൈന്യത്തിൻ്റെയൊക്കെ ഭാഗമാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആയുധങ്ങളാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിവേകിനൊപ്പം പ്രജിത് മോഹനൻ, ജനം.